Good morning. എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളു അല്ലെ? 33 പേരായിട്ടുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? സമയം കിട്ടുന്നില്ല നിങ്ങക്ക് വായിക്കാനുള്ളതൊക്കെ? വായിച്ചു നോക്കിയോ? വെറുതെ ആണെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്ക്. ഡാൻസ് കണ്ടു. ഓക്കെ, ഞാനത് ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ച. കഴിഞ്ഞ ദിവസം ചോദിക്കാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുമ്പഴേ പിന്നെ അടുത്ത ആളവിടെ വെയിറ്റിംഗിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാത്തേ. അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. എല്ലാവരും പരിപാടിയൊക്കെ കണ്ടോ? HF5-ന്റെ കോൺവെക്കേഷൻ സെറിമണി ഒക്കെ ഡാൻസുകളൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പിള്ളേരൊക്കെ എല്ലാവരും തന്നെ ഒത്തിരി ദൂരെന്ന് തിരുവനന്തപുരം മുതലുള്ളവരൊക്കെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലിയായിട്ടും എല്ലാവരും ഒക്കെ വന്നു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രയും ഒരു ഇത് അവര് പറഞ്ഞ ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിലും എന്താ ആദ്യം ഒരു ഇതുണ്ടാവും വെച്ചാൽ ഇങ്ങനെ ഇത്രയും ഫീസ് കുറവില്ല ഈ ഒരു കോഴ്സ് ഇങ്ങനെ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ അവര് അവരുടെ അനുഭവമൊക്കെ വന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആദ്യം ഞങ്ങളുടെ ഒരു ഫേക്ക് ആയിട്ടാണ് ആദ്യം വിചാരിച്ചേ. ഓക്കെ, വിചാരിച്ചത് ഇത്രയും പൈസ കുറവിന് ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് ഇതായത്. ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് നേരിട്ട് കാണാന് ആയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നേന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് ഓടി നിന്ന് കെട്ടിപ്പിടിക്കലും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ഒക്കെ. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് പോയതും. ഓക്കെ, അപ്പോ എന്താ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കണ്ടല്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വിശേഷം ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോ അധികം ഇല്ല. നമ്മള് ഓക്കെ, അപ്പൊ നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞത്. 5 പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് 6ാമത്തെ പോയിന്റ് നോക്കുന്നത്. നോക്കി, 6th വൺ ഏതാ? ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. എല്ലാ എക്യുപ്മെന്റ്സും, ലബോറട്ടറിയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ആ ഉപകരണത്തിന്റെ ഒന്ന് കൃത്യത, കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ കൃത്യത പരിശോധിക്കുകയും അത് വെരിഫൈ ചെയ്യുകയും വേണമെന്ന്, അതൊരു സ്ഥിരീകരിക്കുകയും വേണം. ഓക്കെ ആണ്, കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യത പരിശോധിക്കുകയും അത് സ്ഥിരീകരിക്കുകയും വേണം. ഓക്കെ, all equipment should undergo calibration and verification. ലബോറട്ടറിയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിന്റെയും കൃത്യത പരിശോധിക്കുകയും അത് സ്ഥിരീകരിക്കുകയും വേണം. ഇനി അടുത്ത നോക്കിയേ, 7th point, maintenance contract including warranty cards, telephone number of personnel need to be contacted in the event of equipment malfunctioning should be kept safely but within reach for the user. എന്താ പറഞ്ഞേക്കുന്നത്? വാറണ്ടി കാർഡുകള് നമുക്ക് ഇത്ര നാള് അതിന്റെ വാറണ്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു കാർഡ്, ആ വാറണ്ടി കാർഡ് ഉൾപ്പെടുന്ന മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകള്, വാറണ്ടി കാർഡുകള് ഉൾപ്പെടെയുള്ള ആ എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് കോൺട്രാക്ടറുകള് നമ്മള് അത് നോക്കിയേ, ഇൻ ദ ഇവന്റ് കോൺട്രാക്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് എക്യുപ്മെന്റ് മാൽ ഫങ്ഷനിങ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകളൊക്കെ വരുവാണെങ്കിൽ, മാൽ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ അതിന്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ല, പ്രവർത്തിക്കാതെ എന്തെങ്കിലും തകരാറുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കത് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഫോൺ നമ്പർ, ആർക്കടെയാ? ദ ടെലിഫോൺ നമ്പർ ഓഫ് പേഴ്സണൽസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തകരാറുകൾ വരുവാണെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് അത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? അവർക്കുടെ ടെലിഫോൺ നമ്പറുകൾ സേഫ് ആയിട്ട് സൂക്ഷിക്കണം. ബട്ട്
within reach for the user. സേഫ് ആയിട്ട് സൂക്ഷിക്കണം, എന്നാൽ അത് എവിടെയായിരിക്കണം? ആ യൂസറിന്റെ, ആ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്ന ആ യൂസറിന്റെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം, അത് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ്റനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡിംഗ് വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡ് ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ നമ്മൾ അത് ആ വാറണ്ടി കാർഡൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് തന്നെ നമ്മളത് സൂക്ഷിച്ചു വെക്കണം. യൂസറിന്റെ അടുത്ത് തന്നെ നമ്മളത് കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുക. അതെടുത്ത് കളയാതെയൊക്കെ നമുക്ക് എപ്പോഴാണ് അതിന്റെ ആ ആവശ്യം വരുമ്പോൾ അത് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞേക്കുന്നത്, ഇനി ആ എക്യുപ്മെന്റിന് എന്തെങ്കിലും അതിന്റെ പ്രവർത്തനത്തില് എന്തെങ്കിലും തകരാറുകൾ വരികയാണെങ്കിൽ നമുക്കപ്പൊ അതിന് ആരെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ നമ്പർ നമ്മൾ സേഫ് ആയിട്ട് സൂക്ഷിക്കണം. എന്നാൽ അത് ആ യൂസറിന്റെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ അത് സൂക്ഷിക്കണം. ഓക്കെ, ടെലിഫോൺ നമ്പറും സൂക്ഷിക്കണം. അതുപോലെ വാറണ്ടി കാർഡുകളും അങ്ങനെയുള്ള വാറണ്ടി കാർഡ് ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകളും നമ്മളത് സൂക്ഷിച്ചു വെക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ? യൂസർ മാനുവൽ ഷുഡ് ബി റീഡിലി അവൈലബിൾ ഫോർ റെഫറൻസസ്. ഓക്കെ, യൂസർ മാനുവൽ അപ്പൊ റെഫറൻസിനായിട്ട്, ഫോർ റെഫറൻസ് നമുക്കപ്പൊ എന്തെങ്കിലും എന്താ ഈ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിപ്പിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും നമുക്കൊരു എന്താ പറയാ, എന്തെങ്കിലും സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ മാനുവല് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഇത് ഉണ്ടാവും അതിനകത്ത് യൂസർ മാനുവല്. അപ്പൊ അത് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എളുപ്പത്തിൽ അത് ലഭ്യമായിരിക്കണം. യൂസർ മാനുവലും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് റെഫറൻസിനായിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മളത് എന്ത് ചെയ്യണം? അത് അവർക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് കേട്ടോ. റെഫറൻസിനായിട്ട് യൂസർ മാനുവൽ എളുപ്പത്തില് ലഭ്യമായിരിക്കണം. ഓക്കെ, യൂസർ മാനുവൽ ഷുഡ് ബി റീഡിലി അവൈലബിൾ ഫോർ റെഫറൻസസ്. റെഫറൻസിനായിട്ട് യൂസർ മാനുവൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ എക്യുപ്മെന്റ്സുകളും അതിനകത്ത് ആ ഉപകരണത്തിന്റെ കൃത്യത പരിശോധിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യുകയും വേണം. പിന്നെ അടുത്ത വാറണ്ടി കാർഡുകൾ ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞേക്കുന്നത്, അപ്പൊ നമുക്ക് ഈ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാൽഫങ്ഷനിങ് വെച്ചാൽ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള ആരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ അയാളുടെ ടെലിഫോൺ നമ്പർ നമ്മൾ സേഫ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. അത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്ന റെഫറൻസിനായിട്ട് നമ്മൾ യൂസർ മാനുവല് എപ്പോഴും എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. അത് വെച്ചാൽ അതും ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നൊന്ന് റെഫറൻസിന് വേണ്ടി നോക്കാനായിട്ട് യൂസർ മാനുവല് ലഭ്യമായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്സുകൾ? ഓക്കെ അല്ലേ? ഇനി അടുത്ത പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അപ്പൊ ലാബോറട്ടറിയിൽ നടക്കുന്ന നയങ്ങളും പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ലബോറട്ടറിയിൽ നടക്കുന്ന നയങ്ങളും നടപടിക്രമങ്ങളും എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് വൺ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിള് നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ലേബൽ ചെയ്യണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സുകളും ഒക്കെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രൊസീജിയേഴ്സ് ആണ് അവിടെ ലബോറട്ടറിയിൽ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന സാമ്പിളില്ലേ, ഇപ്പൊ ബ്ലഡോ യൂറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാമ്പിൾ കൊടുക്കൂലോ. അപ്പൊ അത് സാമ്പിള് ഇങ്ങനെ നമുക്ക് ലേബൽ ചെയ്യുമല്ലോ അവര്. ലേബലിങ്ങും അതിന്റെ ഡോക്യുമെന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ്
with at least 2 unique identities. Example, name, age. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ ഇല്ലേ, ഇപ്പൊ യൂറിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ആണ്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിമെനിൽ എന്ത് വേണം, അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ്. ഐഡന്റിഫൈ ചെയ്യേണ്ട ആർക്കടെയാണ്, അവിടെ നിന്ന് ബോട്ടിൽ കുഞ്ഞു ബോട്ടിലാക്കി വെക്കുമ്പോൾ അത് ആർക്കടെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 2 നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 2 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 2 എന്തെങ്കിലും വേണം, 2 യൂണിക് ഐഡന്റിറ്റീസ് വേണം. എക്സാമ്പിൾ നെയിം, ഇപ്പൊ ആർക്കടെയാണോ ആ സ്പെസിമൻ അയാൾക്കുടെ പേരും ഏജും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അത് അപ്പൊ എന്തായാലും പേര് എന്തായാലും ഉണ്ടാവും, നമ്മൾ ലാബിൽ കൊടുക്കൂലേ. അപ്പൊ ആ ബോട്ടിലിന്റെ പുറത്തിങ്ങനെ ആ സാമ്പിളില് പേര് എഴുതി വെക്കൂലേ, നമ്മുടെ ആർക്കടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ്. അപ്പൊ അവിടെ അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ്, 2 നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐഡന്റിറ്റീസ് എങ്കിലും വേണം. എക്സാമ്പിൾ ആയിട്ട് പറയാണ് നെയിം, അയാൾക്കുടെ പേരും ഏജും. പിന്നെ അടുത്ത് നോക്കിയേ, സ്പെസിമെൻ ലേബലിംഗ് യൂഷ്വലി ബാർകോഡ് ഈസ് ആൻ ഓപ്ഷൻ that may decrease errors. പിന്നെ അടുത്ത് നോക്കിയേ, സ്പെസിമെനില് ബാർകോഡുകൾ യൂസ് ചെയ്യും. ഇപ്പൊ എല്ലായിടത്തും ബാർകോഡുകളാ അല്ലെ. അപ്പൊ അത് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ആ ബാർകോഡിന്റെ ഇത് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അവിടെ കിട്ടും അല്ലെ. നമ്മൾ തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്ത് എല്ലാം ബാർകോഡുകളാണ്. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോ ഒക്കെ അതിനകത്ത് ബാർകോഡ് ഉണ്ടാവും. അപ്പൊ നമുക്കത് സിസ്റ്റത്തിലേക്ക് കയറ്റാനും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാനും ഒക്കെ എളുപ്പമുണ്ട് അല്ലെ, ബാർകോഡുകൾ. അതുപോലെ ഈ സ്പെസിഫിക് ലേബലിംഗില് നമ്മൾ ബാർകോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇറേഴ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ ഒരു പേര് തന്നെ, ഇപ്പൊ നമ്മളിപ്പോ സാമ്പിൾ സ്പെസിമെൻ എടുക്കുമ്പോ ഇപ്പൊ ഒരു പേര് ഇതാണ് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അത്. അപ്പൊ എന്താ പറയാ, അങ്ങനെ വല്ല ഇററുകൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് സ്പെസിമെൻ ലേബലിംഗില് ബാർകോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇനി ആ ലേബലില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ലേബൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന്. ഫസ്റ്റ് വൺ നോക്കിയേ, പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ. പേഷ്യന്റിന്റെ പേര്, അവർക്കുടെ വയസ്സ്, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ജെൻഡർ ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക അല്ലെ. അടുത്തതാണ് പേഷ്യന്റ് ID. ID എന്നാ നമ്പർ ഉണ്ടാവും അല്ലെ, പേഷ്യന്റ് ID ഒരു നമ്പർ. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ID ആണത്, ID നമ്പർ. അപ്പൊ ആ നമ്പർ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, പേഷ്യന്റ് ID. ഇപ്പൊ നമ്മൾ ID ഇത് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ID നമ്പർ അല്ലേ, നമ്പറാണ് അവിടെ. നമ്മളെ പേരുണ്ട് എങ്കിലും നമുക്ക് ആ ID നമ്പർ, ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽ കിട്ടും. പേഷ്യന്റ് ID വേണം. ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് അത് ടെസ്റ്റ് റിക്വസ്റ്റഡ്. ദെൻ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ആ സ്പെസിമെൻ കളക്ട് ചെയ്ത ടൈം, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ആ ലേബലില് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ്? പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ, പേഷ്യന്റ് ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ, അത് ചോദിക്കാറുണ്ട് എക്സാമിന്. ലേബലില് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റഡ് ഫോം. റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. ഏത് ടെസ്റ്റാ വേണ്ടേ അതിനൊരു ഫോം നമ്മൾ അതിൽ ഏതാണെന്നുള്ളത്, ഇപ്പൊ ഡോക്ടറാണ് നമുക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നമുക്ക് എഴുതി തരും അല്ലേ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ടെസ്റ്റുകളാണുള്ളത് അവിടെ ടിക്കറ്റ് കൊടുക്കണം. അത് ഡോക്ടർ നമുക്ക് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ നമുക്ക് ചെയ്യുന്നതാണ്. നോക്കി, ദി റിക്വസിഷൻ ഫോം ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ദ ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കേഴ്സ് requesting the test and sent together with the specimen or patient to the laboratories. അപ്പൊ നോക്കിയ റിക്വസിഷൻ ഫോം ആരാ ഫിനിഷ് ചെയ്യുന്നത്? ആരാ ഫിനിഷ് ചെയ്യുന്ന? ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് the requisition form should be finished by doctor or health care worker.
റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ്. അവരാണ്, ഡോക്ടറാണ് ഏത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയണേ അല്ലെ, റിക്വസ്റ്റ് ചെയ്യണത് ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡോക്ടറാണ് അത് ഫിനിഷ് ചെയ്യുന്നത് ആ ഫോം. ആൻഡ് ഇത് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ. ആ സ്പെസിമെൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്പെസിമെന്റെ കൂടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ ലബോറട്ടറിയിലേക്ക് ആ റിക്വസിഷൻ ഫോം അയക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ എഴുതി തരാറുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ടെസ്റ്റ് ആണെന്നുള്ളത് ഡീറ്റെയിൽ ഡോക്ടറോട് ടിക്ക് ഇട്ട് തരും. അപ്പൊ നമ്മൾ ആ സ്പെസിമെൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് നമ്മൾ ആ ഫോമും കൂടി കൊടുക്കണം അല്ലെ. എന്നിട്ട് അവർ അത് നോക്കിയിട്ടാണ് ഏതൊക്കെ ടെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞേക്കണേന്ന് നോക്കിയിട്ട് ആ ടെസ്റ്റുകൾ ചെയ്യണത്. അങ്ങനെയൊക്കെ അല്ലേ? നിങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ ടെസ്റ്റ്, ലാബില് ടെസ്റ്റ് ചെയ്യാനൊക്കെ? യെസ്. അപ്പൊ അവിടെ നോക്കണം കേട്ടോ. റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത് ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ ആണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏത് ടെസ്റ്റ് ആണ് വേണ്ടത് എന്ന് ഇന്നലെ കൊടുത്തോ? അതെ, എന്ത് പറ്റി? എന്ത് ടെസ്റ്റ് ചെയ്യാനാ കൊടുത്തേ? ഇന്നലെ കൊടുത്തുന്ന് ആരോ മെസ്സേജ് ഇവിടെ ഇട്ടിട്ടുണ്ട്. റിസൾട്ട് വന്നോ? അപ്പൊ നമുക്ക് ബ്ലഡിന്റെ ഓക്കെ ജിനി. അപ്പോ നമ്മൾ ഈ ടെസ്റ്റിന്റെ കൂട്ടത്തില് നമ്മളപ്പോ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ സ്പെസിമെന്റെ കൂട്ടത്തില് അല്ലെങ്കിൽ പേഷ്യന്റ് ലബോറട്ടറിക്ക് പോകുമ്പോൾ ആ കൂട്ടത്തില് ആ ഫോം കൂടി കൊടുത്തു വിടും. അപ്പൊ അവർ എന്നിട്ട് ലബോറട്ടറിയിലുള്ളവര് ആ ഫോം നോക്കിയിട്ടാണ് ഏതൊക്കെ ടെസ്റ്റ് ആണ് പറഞ്ഞേക്കണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ ദ പേഷ്യന്റ് ഐഡന്റിറ്റി. ഏതൊക്കെയാ? പേഷ്യന്റ് ഐഡന്റിറ്റി, ID, ഏജ്, ലൊക്കേഷൻ, date and time of specimen collection, investigation requested, and the source of the sample. For example, culture ആണോ histopathology ആണോ ഏതാണെന്നുള്ളത് should also be included. പിന്നെ പറഞ്ഞേക്കുന്ന പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, അവരുടെ ഏജ്, ലൊക്കേഷൻ, ഡേറ്റ്, ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, എപ്പോഴാണ് അത് കളക്ട് ചെയ്തെന്നുള്ളത്, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ്, ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണോ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, ആൻഡ് ദ സോഴ്സ് ഓഫ് സാമ്പിൾ, ഇതെല്ലാം അതിനകത്ത് റിക്വസിഷൻ ഫോമിൽ ഉൾപ്പെടുന്നതാണ്. ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിടാം. അവിടെ റിക്വസിഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ്, ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. ഓക്കെ, should be also included. Okay, should also be included. ഇനി മൂന്നാമത്തെയാണ് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്വീകരിക്കുക അല്ലെ. റിജക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്തിട്ട് വേറെ എടുക്കാൻ പറയും അല്ലെ. അല്ലെങ്കിൽ സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു. ഓർ റിജക്ഷൻ. Okay, all specimens should be checked on receiving in the laboratory for fitness for test. അപ്പൊ നമ്മള് എന്താ, നമ്മുടെ ലബോറട്ടറിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്ന ആ സ്പെസിമെൻ എന്ത് ചെയ്യണം? അവര് റിസീവ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം. വെറുതെ മേടിച്ചു വെക്കാൻ പാടില്ല. നമ്മൾ ആ സ്പെസിമെൻ നമ്മള് കൊടുക്കുമ്പോൾ അവർക്ക് ടെസ്റ്റിന് അത് ഫിറ്റ് ആണോ, അത് മതിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവര് ആ സ്പെസിമെൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഓൾ ദ സ്പെസിമെൻ ഷുഡ് ബി ചെക്ക്ഡ്. എല്ലാ സ്പെസിമെനും ചെക്ക് ചെയ്യും ഓൺ റിസീവിംഗ് ഇൻ ദ ലബോറട്ടറി ഫോർ ഫിറ്റ്നസ് ഫോർ ടെസ്റ്റ്. ആ ടെസ്റ്റ് ചെയ്യാൻ ഫിറ്റ് ആണോ, അത് മതിയോ, ആക്യുറേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിലേക്ക് നമ്മൾ സ്പെസിമെൻ കൊടുത്ത് അവരത് റിസീവ് ചെയ്യുമ്പോഴും ആ സ്പെസിമെൻ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. This check should include suitable container. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ അവർ ചെക്ക് ചെയ്യണേന്ന് നോക്കിയേ. This check should include, ഈ ചെക്ക് അവര് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ചെക്ക് ചെയ്യണത് എന്തൊക്കെയാ? സ്യൂട്ടബിൾ കണ്ടെയ്നർ, നമ്മുടെ അതിന് അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നർ ആണോ, പാത്രമാണോ. നമ്മൾ അവിടെ നിന്ന് തന്നെ ബോട്ടിൽ വരും അല്ലെ. നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ അത് നല്ല നീറ്റ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടൂല അല്ലെ. എവിടെയെങ്കിലും കിടന്ന ഒരു കുപ്പിയില് കുറച്ച് യൂറിൻ എടുത്തോണ്ടായി കൊടുത്തു കഴിഞ്ഞാലൊന്നും അത് ആക്യുറേറ്റ് ആവില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മള് ക്ലീൻ ബോട്ടിൽ തരും അല്ലെ, സ്പെസിമെൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് നോക്കുന്നത്, ചെക്ക് ചെയ്യുമ്പോൾ എന്താ? സ്യൂട്ടബിൾ കണ്ടെയ്നർ, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ ആണോ നോക്കും. ക്വാണ്ടിറ്റി ഓർ വോളിയം, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി നോക്കും. അത്രത്തോളം മതിയോ, ടെസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിൾ, നോക്കിയേ ബ്ലഡിന്റെ അല്ലെങ്കിൽ യൂറിൻ സാമ്പിളിന്റെ കേസിൽ ക്വാളിറ്റി ഓഫ് ദ സാമ്പിൾ, ആ സാമ്പിളിന്റെ ക്വാളിറ്റി നോക്കും. ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ്, അപ്പൊ ആ ടിഷ്യൂ സാമ്പിളുടെ കാര്യത്തിൽ അതിന്റെ ക്വാളിറ്റി നോക്കും. ഇനി ലീക്കേജ്, ഇനി എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, ആ കണ്ടെയ്നറിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാനും എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് അവര് ചെക്ക് ചെയ്യും. ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ സ്പെസിമെൻ കൊടുക്കുമ്പോൾ അപ്പൊ അവർ ആ ടെസ്റ്റിന് ഫിറ്റ് ആണോ, നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻ ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി അവരത് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്, സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ, ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടോ, ആ സാമ്പിളിന്റെ ക്വാളിറ്റി ഓക്കെ ആണോ, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. അവിടെ ഒരു ഓർമ്മ ഇട്ടോ കേട്ടോ, നമ്മൾ അവിടെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. നമ്മളത് മേടിച്ചെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ആ സാമ്പിൾ നമ്മൾ മേടിച്ചു എന്നുള്ളത് അതിന്റെ ആ റെക്കോർഡിൽ എഴുതി വെക്കും. നമ്മുടെ പേരും നമ്മൾ കൊടുത്ത സമയവും ഏത് ടെസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ അവർ റെക്കോർഡ് വെക്കും. ഓർ റിജക്ഷൻ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയാണെങ്കിലും അവരവരുടെ ഇത്ര, അപ്പൊ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ അറിയാലോ ഇന്ന് ഇത്ര ടെസ്റ്റ് ഈ സാമ്പിളുകൾ നമ്മൾ റിജക്ട് ചെയ്തു എന്നുള്ളത് അവർക്കൊരു കണക്ക് വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷൻ റെക്കോർഡുകൾ കീപ്പ് ചെയ്യും ഓഫ് ഓൾ ദ സാമ്പിൾ റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ ലബോറട്ടറിയിൽ നമ്മൾ കൊടുക്കുന്ന റിസീവ് ചെയ്യുന്ന സാമ്പിളുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് ഏർലിയർ. ആസ് പെർ ദ ക്രൈറ്റീരിയ, അത്ര മതി കേട്ടോ. ക്രൈറ്റീരിയോൺ എന്നൊക്കെ ഉണ്ട്, അത് വേണ്ട. ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് എർലിയർ. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയ ഇല്ലേ, മാനദണ്ഡം ഇല്ലേ, ചെക്ക് ചെയ്യണ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത് അനുസരിച്ച് ആ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ നമ്മൾ ലബോറട്ടറിയിൽ റിസീവ് ചെയ്യുമ്പോൾ, ആ സാമ്പിള് നമ്മൾ സ്വീകരിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അത്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത്, ആ റിജക്ഷന്റെ റെക്കോർഡ് ആ ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ മുന്നേ പറഞ്ഞ ക്രൈറ്റീരിയ ഇല്ലേ, അത് വെച്ച് നോക്കും. അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ സാമ്പിള് റിസീവ് ചെയ്യും. റിസീവ് ചെയ്യുന്നെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യും. ഇനി നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതും അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ പറയുന്നത് എന്താ, ഇഫ് ലബോറട്ടറി റിജക്ട് എനി സാമ്പിൾസ്. ഇനി ലബോറട്ടറി ഏതെങ്കിലും സാമ്പിൾ അവരെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അവരെ തിരസ്കരിക്കുകയാണെങ്കിൽ എന്താ, ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ദ പേഷ്യന്റ് ഓഫ് ഡോക്ടർ ആൻഡ് നീഡ് ഫോർ റീകളക്ഷൻ. അപ്പൊ നമ്മളിപ്പോ കൊടുത്ത സാമ്പിള് അത് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് റിജക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്യും. എന്നിട്ട് എന്താ, ഇനി വീണ്ടും കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് ഓക്കെ അല്ല, അപ്പൊ നിങ്ങൾ വേറൊരു സാമ്പിൾ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറിനെയോ അല്ലെങ്കിൽ പേഷ്യന്റിനെയോ ഒക്കെ ഇനി അതിന്റെ ആ സാമ്പിളിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യും. ഓക്കെ, ഇഫ് ലബോറട്ടറി റിജക്ട് എനി സാമ്പിൾസ്, ലബോറട്ടറി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാൽ ആ സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ പേഷ്യന്റ്, ഇൻഫോം ദ പേഷ്യന്റ് ഓർ ഡോക്ടർ. പേഷ്യന്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയൊക്കെ ഇൻഫോം ചെയ്യണം. എന്താ ഇൻഫോം ചെയ്യണ്ടേ, ഇനി വേണം റികളക്ഷൻ, ഉണ്ടോ, നീഡ് ഫോർ റികളക്ഷൻ. ഇനി വീണ്ടും അത് നമുക്ക് സാമ്പിൾ വേണം, വീണ്ടും അത് ശേഖരിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഇനി അടുത്തത്, ഇപ്പൊ അതാണ് സാമ്പിൾ അക്സെപ്റ്റൻസ് ഓഫ് റിജക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്ത നോക്കിയേ, ലബോറട്ടറി റെക്കോർഡ്. ലബോറട്ടറി റെക്കോർഡ് അപ്പൊ നമ്മൾ ആ ചെക്ക് ചെയ്യണതിന്റെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ ഫസ്റ്റ് പോയിന്റില് എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചെക്ക് ചെയ്യണേന്നുള്ളത്. സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണോ എന്ന് നോക്കും, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം നോക്കും, ക്വാളിറ്റി ഓഫ് ദ സാമ്പിൾ നോക്കും, ഇനി ലീക്കേജ് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളതും നോക്കും. ഓക്കെ,
പിന്നെ അടുത്ത ലാസ്റ്റ് ലൈനും ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും സാമ്പിളുകൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആരെ ഇൻഫോം ചെയ്യേണ്ടേ? പേഷ്യന്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ നമ്മൾ അത് ഇൻഫോം ചെയ്യണം. വീണ്ടും ആ സാമ്പിൾ വേണം, ശേഖരിക്കണം, അതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്യും. ലാസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഫോർത്ത് പോയിന്റ് ലബോറട്ടറി റെക്കോർഡ് ആണ്. ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട്സ് ഷുഡ് ബി സ്റ്റോർഡ് ആസ് പെർ ദ നാഷണൽ റെഗുലേറ്റർ നീഡ്സ്. അപ്പൊ നമ്മള് റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട് എന്ന് വെച്ചാൽ അപ്പൊ ലബോറട്ടറിയിൽ പുറത്തിറക്കിയ റെക്കോർഡുകൾ ഉണ്ടല്ലോ, റിപ്പോർട്ടുകൾ. all the released laboratory reports, പുറത്തിറക്കിയ എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും എങ്ങനെയായിരിക്കണം? should be stored as per the national regulator needs. ദേശീയ റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സൂക്ഷിക്കണം. അതായത് എല്ലാ റിപ്പോർട്ടുകളും എങ്ങനെയായിരിക്കണം? ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ ദിവസം ടെസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട് കൊടുക്കുമല്ലോ, ആ റിപ്പോർട്ടുകൾ അത് ലാബോറട്ടറിയിൽ സ്റ്റോർ ചെയ്യണം. അതും എങ്ങനെയായിരിക്കണം? ഒരു എല്ലാ റിപ്പോർട്ടും ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. പിന്നീട് ഇനി എന്തെങ്കിലും ഭാഗമായിട്ട് നമുക്ക് ആ റിപ്പോർട്ട് ഒരു 3 വർഷം വരെയൊക്കെ ലാബിൽ സൂക്ഷിക്കാനുണ്ട്. അപ്പോ നമ്മളിപ്പോ ഇന്ന ദിവസം ആ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ആള് ഇന്ന ടെസ്റ്റ് വന്നു, ആ ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ നമുക്കത് വേണം, കൊടുക്കണം അല്ലെ? ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? എല്ലാ റിപ്പോർട്ടുകളും റിലീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്ത എല്ലാ റിപ്പോർട്ടുകളും അവിടെ ലാബില് സൂക്ഷിക്കണം. അതിന്റെ റെക്കോർഡ് വേണം. നമ്മൾ കണ്ടിട്ടില്ല മിക്ക സിനിമകളിലൊക്കെ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മുടെ ലാബിലൊക്കെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ ഇന്ന ഡേറ്റില് ഇന്ന ആള് തന്നായിരുന്നു, അതെന്ത് എന്ത് കളക്ട് അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്യാനാണ്, അതിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു എന്നൊക്കെ വന്ന് പിന്നീട് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇന്ന ഡേറ്റ് പറഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതാളാണ് ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വന്നതെന്നും അതിന്റെ എന്ത് ടെസ്റ്റാ ചെയ്തതെന്നും അതിന്റെ റിസൾട്ട് എന്താണെന്നും ഒക്കെ ഉള്ള റിപ്പോർട്ടുകൾ ലബോറട്ടറി എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. The record can be kept as physical copies as instrument printout or photocopies or electronically. ഇനി എങ്ങനെ നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാം? kept as a physical copies as instrument. അപ്പൊ അതിന്റെ ഫിസിക്കൽ കോപ്പി ആയിട്ട്, ഒന്നില്ലെങ്കിൽ ഇങ്ങനെയാ നമുക്ക് പ്രിന്റ് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് 2 എക്സ്പാൻഡഡ് ഫോം ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി HIS എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, വെരി ഗുഡ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ജസ്ന, ജെസ്സി, സഫീറയൊക്കെ ഇവിടെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇട്ടിട്ടുണ്ട്. ശരിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ റെക്കോർഡ് എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം? റെക്കോർഡ് ക്യാൻ ബി കെപ്റ്റ് ആസ് ഫിസിക്കൽ കോപ്പീസ് ആസ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് ഓർ ഇലക്ട്രോണിക്കലി. പ്രിന്റ് ഔട്ട് ആയിട്ടോ ഫോട്ടോ കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്കത് സൂക്ഷിക്കാം. ഇനി അടുത്ത നോക്കിയേ, യൂസ് ഓഫ് LIS, use of laboratory information system. Okay, laboratory information system or laboratory information management system. അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു കേട്ടോ, ക്ലോസ് ചെയ്തിട്ടില്ല. laboratory information system or laboratory information management system ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ്. enable a laboratory to track specimen from receipt, processing, testing and reporting to storage. അപ്പൊ ഈ LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ലബോറട്ടറിയിലുള്ള സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അതായത് ഇപ്പൊ നമ്മള് എന്താ നമുക്ക് ഇപ്പൊ റിസിപ്റ്റ് വേണം അല്ലെങ്കിൽ അത് എത്രത്തോളം ആയി, ടെസ്റ്റ് എത്രത്തോളം ഒക്കെ ആയി എന്നൊക്കെ നമുക്ക് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു.
ഇപ്പൊ നമുക്കിപ്പോ സ്പെസിമെൻ ട്രാക്ക് ചെയ്യില്ലെങ്കിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ഇതാണ് നമുക്ക് അതിന്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് എന്താ നേരെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയോ അല്ലെങ്കിൽ റിസൾട്ട് ഓക്കെ ആയോ, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണോ, ഇനി വല്ല റിസിപ്റ്റ് വേണോ, അതൊക്കെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റിന്റെ റിസൾട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എന്താ ആ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ട്രാക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലബോറട്ടറിനെ ഒരു പര്യാപ്തമാക്കുന്നു അല്ലെങ്കിൽ പ്രാപ്തമാക്കുന്നു LIS. ഓക്കെ, യൂസ് ഓഫ് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലബോറട്ടറിയിലെ സ്പെസിമെൻസുകൾ ട്രാക്ക് ചെയ്യാൻ. ഫ്രം ഇപ്പൊ റിസിപ്റ്റ് വേണോ, അല്ലെങ്കിൽ അത് പ്രോസസ്സിങ് എത്രത്തോളം എത്തി, അത് കംപ്ലീറ്റ് ആയോ, ടെസ്റ്റ് കംപ്ലീറ്റ് ആയോ, അതിന്റെ പ്രോസസ്സിങ് എത്രത്തോളം എത്തി, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് റിസൾട്ടുകള് റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ്, സ്റ്റോറേജിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മള് അതൊക്കെ LIS ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ആ ഒരു ലബോറട്ടറിനെ പ്രാപ്തമാക്കുന്നു. റിപ്പോർട്ടിംഗ് ടു സ്റ്റോറേജ് എന്നിവയൊക്കെ നമുക്കത് ആ സ്റ്റോറേജിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലബോറട്ടറിനെ LIS പ്രാപ്തമാക്കുന്നു. അത് സിസ്റ്റം ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും അറിയാൻ പറ്റും. ഇപ്പൊ ടെസ്റ്റിന്റെ റിപ്പോർട്ട് നമുക്ക് വേണോ, അല്ലെങ്കിൽ അതൊക്കെ ആ സ്പെസിമെൻസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ലൈൻ അതിനകത്തൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഓൾ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട് ഷുഡ് ബി സ്റ്റോർഡ്. എന്തിനാ ഇതനുസരിച്ച് സ്റ്റോർ ചെയ്യുന്നത്? ആസ് പെർ ദ നാഷണൽ ഓർ റെഗുലേറ്ററി നീഡ്സ്. അതിനനുസരിച്ച് നമ്മൾ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. പിന്നെ അതിന്റെ റെക്കോർഡ് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാം? ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്തോ അല്ലെങ്കിൽ അത് ഇലക്ട്രോണിക്കലിയോ നമുക്കത് റെക്കോർഡ് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ LIS ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ സ്പെസിമെനില്ലേ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കി. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് but are not limited to the following. ഒരു ലബോറട്ടറി റിപ്പോർട്ടിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഓക്കെ, ലബോറട്ടറി റെക്കോർഡ് ഇൻക്ലൂഡ്സ്, ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണിത്. ലബോറട്ടറിയുടെ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ. but are not limited to the following. എന്നാൽ അതിൽ മാത്രം അത് പരിമിതപ്പെടുന്നില്ല. അപ്പൊ ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണിത്. എന്നാൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാന്ന്. നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഈ പറയുന്ന കാര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, അതിനെ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? അതും ഒന്ന് നോട്ട് ചെയ്തിട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ലബോറട്ടറി റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? റിക്വസ്റ്റ് ഫോം അല്ലെ, ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള ആ റിക്വസ്റ്റ് ഫോം അവിടെ ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്നതാണ്. റിക്വസ്റ്റ് ഫോം, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട്സിന്റെ റിസൾട്ടുകളും അതിന്റെ കോപ്പികളും. റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, റിപ്പോർട്ടിന്റെ റിസൾട്ടുകളും പിന്നെ കോപ്പികളും. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, പിന്നെ പ്രിന്റ് ഔട്ടുകൾ, ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട്. ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള അതിന്റെ ആ ഇൻഫർമേഷൻ ഉള്ള റെക്കോർഡാണ് കേട്ടോ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്. is a printed record of information from a laboratory instrument. ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സിന്റെ ഇൻഫർമേഷൻ ഉൾപ്പെടുന്ന ഒരു പ്രിന്റഡ് റെക്കോർഡാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് is a printed record of information from a laboratory instruments.
ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സിന്റെ അതിന്റെ ഇൻഫർമേഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രിന്റഡ് റെക്കോർഡാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് എന്ന് പറയുന്നത്. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ലബോറട്ടറിയിലെ വർക്ക് ബുക്കുകൾ ഒന്നുകൂടി പറയാനാണോ? ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്നുള്ളത് ഈസ് എ പ്രിന്റഡ് റെക്കോർഡ്, ഒരു പ്രിന്റ് ചെയ്ത റെക്കോർഡാണ്. ഈസ് എ പ്രിന്റഡ് റെക്കോർഡ് ഓഫ് information from a laboratory instrument. ലബോറട്ടറിയിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു പ്രിന്റഡ് റെക്കോർഡാണ് ഈ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തെടുത്തോ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. വർക്ക് ബുക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വർക്ക് ബുക്കുകൾ, പിന്നെ വർക്ക് ഷീറ്റുകള്, പിന്നെ ലബോറട്ടറി രജിസ്റ്റേഴ്സ്. അടുത്തത് കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളുടെ കൃത്യത സ്ഥിരീകരിക്കുന്ന റെക്കോർഡാണ് കേട്ടോ. അത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ആക്യുറേറ്റ് ആണോ, എല്ലാം അതിന്റെ പ്രവർത്തനക്ഷമമാണോ, അതിന്റെ എത്രത്തോളം കൃത്യത കാണിക്കുന്നത്, ആ ഒരു റെക്കോർഡാണ് കാലിബ്രേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ കൃത്യത കാണിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്തതായൊക്കെ കാണിക്കുന്ന ഒരു റെക്കോർഡ്. ഓക്കെ. ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. QC record, quality manual, quality control record. QC record എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്. ഓക്കെ, QC പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ക്വാളിറ്റി കൺട്രോൾ, ഓരോ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ക്വാളിറ്റി കാണിക്കുന്ന റെക്കോർഡുകൾ. ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ഇൻസിഡൻസ് ബുക്ക്, എന്തെങ്കിലും സംഭവങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകള്. കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തൽ പ്രവർത്തന റിപ്പോർട്ടുകൾ, തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു റിപ്പോർട്ട്. സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്. സ്റ്റോക്ക്, എത്രത്തോളം ഓരോന്നും സ്റ്റോക്ക് ഉണ്ട്, അതാണ് സ്റ്റോക്ക് കാർഡുകൾ, സ്റ്റോക്ക് കാർഡ്സ്. ആ ഒരു സ്റ്റോറിലെ സ്റ്റോക്ക് മൂവ്മെന്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു റെക്കോർഡ്, സ്റ്റോക്ക് കാർഡുകൾ. സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്, ഓരോന്നും സപ്ലൈ ചെയ്യുന്നത്, എത്രത്തോളം സപ്ലൈ ചെയ്യുന്നുണ്ട്, അതൊക്കെ ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ. പിന്നെ അടുത്തത് പേഴ്സണൽ റെക്കോർഡ്സ്, വ്യക്തികൾ, അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ. സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. കോമ്പിറ്റൻസി റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫിന്റെ സ്കില്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ സ്കിൽസും എബിലിറ്റിയും ഒക്കെ കാണിക്കുന്ന ഡോക്യുമെന്റ് ആണ് കേട്ടോ കോമ്പിറ്റൻസി റെക്കോർഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാഫുകളുടെ സ്കിൽസും എബിലിറ്റിയും ഒക്കെ കാണിക്കുന്ന റെക്കോർഡ്. That shows an individual skills and abilities. Document that shows skills and abilities, individuals skills and abilities. ആ ഇൻഡിവിജ്വൽസിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒക്കെ സ്കിൽസും എബിലിറ്റിയും ഒക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്, അതാണ് കോമ്പിറ്റൻസി റെക്കോർഡ്. ആൻഡ് ഹെൽത്ത് റെക്കോർഡ്, അവിടെ അവരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ. ഇപ്പൊ പേഴ്സണൽ റെക്കോർഡിൽ വരുന്ന ഏതൊക്കെയാ, അതൊന്ന് നോട്ട് ചെയ്തിട്ടേരെ. സ്റ്റാഫ് ട്രെയിനിങ്, സ്റ്റാഫിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ് വരുന്നുണ്ട്. കോമ്പിറ്റൻസി, സ്റ്റാഫിന്റെ എബിലിറ്റിയും അതുപോലെ സ്കിൽസ് ഒക്കെ കാണിക്കുന്ന ഡോക്യുമെന്റ് വരുന്നുണ്ട്. ഹെൽത്ത് റെക്കോർഡുകളും പേഴ്സണൽ റെക്കോർഡ്സിലും വരുന്നതാണ് കേട്ടോ. അത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. സ്റ്റാഫ് ട്രെയിനിങ്, competency records and health records. അടുത്തത് complaints and resolution. Complaints and resolution. Complaints, എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പരാതികളും അതിന്റെ പരിഹാരവും ഒക്കെ കാണിക്കുന്ന ഡോക്യുമെന്റുകൾ. ഓക്കെ, കംപ്ലൈന്റ്സ് ആൻഡ് their resolution. പരാതികളും അതിന്റെ പരിഹാരവും.
Then inventory or assets. Asset എന്ന് പറഞ്ഞ എന്താ? അസെറ്റ് ആസ്തികൾ. അപ്പൊ അതിന്റെ ആസ്തി എത്രത്തോളം ഇതുണ്ട്, ഇൻവെന്ററി വിവര പട്ടികകള് ഓർ അസെറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അസറ്റുകൾ ആസ്തികൾ കാണിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സും എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഓരോ ആസ്തികൾ കാണിക്കുന്ന okay, complaints under resolution, inventory or assets. ഇനി സേഫ്റ്റി മാനുവൽ. അപ്പൊ സേഫ്റ്റി ഇപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ആണെങ്കിലും സ്റ്റാഫിന്റെ ഒക്കെ സേഫ്റ്റി, പിന്നെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ ആ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനുവലുകൾ, സേഫ്റ്റി മാനുവല്. പിന്നെ ബഡ്ജറ്റ്, എത്രത്തോളം ബഡ്ജറ്റുകള്. പിന്നെ സോപ്സ്, അതൊന്ന് എഴുതിയതേ ആ എസ് സ്മോൾ ലെറ്ററിലേക്ക് എഴുതിക്കോളൂ കേട്ടോ. SOP എസ് കുഞ്ഞക്ഷരത്തിൽ എഴുതുക, താഴെ ഒരു പിയുടെ ഒരു പകുതി വെച്ച് കണ്ട് എഴുതുക. സോപ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, SOP അത് 3 ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി എസ് എന്നുള്ളത് പിയുടെ താഴേക്ക് ആക്കി എഴുതുക, സോപ്സ്. Then വർക്ക് ലോഡ് ആൻഡ് സർവിലൻസ് റിപ്പോർട്ട്സ്, ജോലി ഭാരം. പിന്നെ അതുപോലെ തന്നെ അതിനെ സർവിലൻസ് എന്ന് വെച്ചാൽ നിരീക്ഷണ റിപ്പോർട്ടുകൾ, നിരീക്ഷണം. ഓക്കെ, സർവിലൻസ് നിരീക്ഷണ റിപ്പോർട്ടുകൾ. വർക്ക് ലോഡ് അത്, പിന്നെ അതുപോലെ തന്നെ അത് നിരീക്ഷിക്കുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള സർവിലൻസ് റിപ്പോർട്ട്സ്. ഇത്രയും കാര്യങ്ങള് നമ്മൾ ആ ലബോറട്ടറിയുടെ റെക്കോർഡ്സിൽ വരുന്നതാണ്, ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. റിക്വസ്റ്റ് ഫോം ഉണ്ടാവും, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക് ഷീറ്റ്, ലബോറട്ടറി രജിസ്റ്റേഴ്സ്, കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, QC റെക്കോർഡ്സ്, ക്വാളിറ്റി കൺട്രോൾ reports, incidents book, corrective action reports, stock card and supply records, personal records, അതിൽ ഏതൊക്കെ വന്നേന്നുള്ളത് നോക്കിക്കോളണം. പിന്നെ കംപ്ലൈന്റ്സ് ആൻഡ് റീസൊല്യൂഷൻ, ഇൻവെന്ററി ഓർ അസറ്റുകൾ, സേഫ്റ്റി മാനുവൽ, ബഡ്ജറ്റ്, സോപ്സ്, വർക്ക് ലോഡ് ആൻഡ് സർവിലൻസ് റിപ്പോർട്ട്സ്. ഓക്കെ, അത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറിയിൽ നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ടാസ്ക് തന്നെയാണല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്രയും ഹസാർഡ്സ് ആയിട്ടുള്ള സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന ഓരോ ടെസ്റ്റിനാണെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സേഫ്റ്റി കാര്യങ്ങളും കൂടി അവിടെ നോക്കണം. ലബോറട്ടറിയില് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പേഴ്സണൽ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. Safety in laboratories. Safety in laboratories. Personnel who are working in laboratories may be subjected to risk from various chemicals, infectious materials, then fire danger, electrical shock, ഗ്യാസ് ലീക്ക് എക്സെട്ര. അപ്പൊ ഈ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഉദ്യോഗസ്ഥര് ഇതിനൊക്കെ വിധേയരാകാം. സബ്ജക്റ്റഡ് എന്ന് പറഞ്ഞാൽ വിധേയരാകാം. ഈ അപകടങ്ങളിലൊക്കെ വിധേയരാകാം. അപ്പൊ അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള കെമിക്കൽസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിപ്പോ കയ്യിലൊക്കെ വല്ല പൊള്ളി പോകുന്നതോ അല്ലെ അങ്ങനെ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ളതും കെമിക്കലുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ്, ഇൻഫെക്ഷൻ എന്നൊക്കെ ഉണ്ടാക്കുന്ന ഇതിനകത്തുള്ള മെറ്റീരിയലുകള്, ഫയർ ഡേഞ്ചർ, തീപിടുത്തങ്ങള്, ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക്, എന്തെങ്കിലും ഗ്യാസുകളൊക്കെ ചോർച്ച വരാം, വാതക ചോർച്ചകൾ വരാം. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ വിധേയരാകാം ഈ ലബോറട്ടറിയിലുള്ള ഉദ്യോഗസ്ഥര്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. The environment is also at risk of being contaminated by dangerous materials and
മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് വേസ്റ്റേജ് ജനറേറ്റഡ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ അവിടെ ആളുകൾക്ക് മാത്രമല്ല റിസ്ക് അല്ലെ, ആളുകൾക്ക് മാത്രമല്ല എൻവയോൺമെന്റിനും കൂടി നമ്മുടെ പരിസ്ഥിതിക്കും കൂടി അപകടമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പരിസ്ഥിതിയും കൂടി കണ്ടാമിനേറ്റഡ് ആകാം, മലിനമാകാനുള്ള ഇതുണ്ട്. ബൈ ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ അത് അന്തരീക്ഷത്തിലേക്ക് വന്ന് നമ്മുടെ പരിസ്ഥിതിക്ക് കണ്ടാമിനേറ്റഡ് ആവാം, മലിനമാകാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇതെല്ലാം എന്തിന് കാരണമാകാം? നമ്മുടെ എൻവയോൺമെന്റ് കണ്ടാമിനേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്, മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് മാത്രമല്ല ഒരു എൻവയോൺമെന്റിന് കൂടി എന്തുണ്ട്, അപകടം അല്ലെങ്കിൽ പരിസ്ഥിതിയും കൂടി ഒരു മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ലബോറട്ടറിയിൽ നിന്നും നമ്മൾ പുറന്തള്ളുന്ന വേസ്റ്റുകള് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള പല മെറ്റീരിയൽസും ഒരു അന്തരീക്ഷത്തിനും കൂടി അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്കും കൂടി ഒരു മലിനപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. Policies should define the use of sharp disposal of bio-waste, reagents, sharps and other waste involved in the laboratory according to the local and national regulations. Okay, policy should define the use of sharp. അപ്പൊ നമ്മള് ഇതൊക്കെ ഈ ഷാർപ്പ് നല്ല മൂർച്ചയുള്ള രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പിന്നെ ബയോവേസ്റ്റുകളൊക്കെ ജൈവപരമായിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ, നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ, പിന്നെ റിയേജൻസുകൾ ഉപയോഗിക്കുമ്പോൾ, ഷാർപ്പ് ആൻഡ് അതർ വേസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ ലബോറട്ടറിയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ വേസ്റ്റുകൾ ഇതൊക്കെ എന്താണ്, നമ്മളത് ഇന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മളത് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ഒരു ചട്ടങ്ങളുണ്ട് അവിടെ. according to the local and national regulations. ദേശീയവും അല്ലെങ്കിൽ പ്രാദേശികമായ ചട്ടങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നയങ്ങളുള്ള രീതിയിൽ വേണം അത് നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും അത് അതുപോലെ തന്നെ ഉപയോഗിക്കാനും. It is necessary to train all personnel in standard procedure. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ചട്ടങ്ങൾക്ക് അനുസരിച്ച് വേണമെന്ന് പറഞ്ഞു ഇത് ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യിക്കണം, നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്താ പറയാ ട്രെയിൻ ചെയ്യിക്കണം, അവരെ പരിശീലിപ്പിക്കണം. എന്താ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനൊക്കെ ഉള്ള ഒരു പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കേണ്ടത്, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ. അവരെ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുക്കാനായിട്ട് ഒരു പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore include protection of both the personnel and the environment from dangerous material. അപ്പൊ ലബോറട്ടറിയിൽ സേഫ്റ്റി എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹെഡിങ് തന്നെ എന്താ, സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലേ. അപ്പൊ ലബോറട്ടറിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ, include the protection of both the personnel and the environment. അപ്പൊ അവിടെ നമ്മുടെ ആ ലബോറട്ടറിയിലുള്ള സ്റ്റാഫുകളുടെയും ഒരു എൻവയോൺമെന്റ് പരിസ്ഥിതിയും കൂടെ സംരക്ഷണമാണ്. ഇതിൽ നിന്ന് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മുടെ ലബോറട്ടറിയിലെ സ്റ്റാഫുകളുടെയും ഒരു പരിസ്ഥിതിയുടെയും സംരക്ഷണമാണ് എന്തെന്ന് പറയുന്നത്, സുരക്ഷയാണ് നമ്മൾ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് എന്ന് പറഞ്ഞത് അതിനകത്ത് വരുന്നത്. ക്ലിയർ ആയോ? സേഫ്റ്റി ഇൻ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ആരുടെയാ, ലബോറട്ടറിയിലുള്ള പേഴ്സണൽസിന്റെയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെയും സേഫ്റ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് തന്നേക്കുന്നത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ആണ്. പൊതുവായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. രണ്ട് പോയിന്റ് നോക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നേ, ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ വരുന്ന എന്തൊക്കെയാ,
അപ്പൊ ലാസ്റ്റ് ഇതിനകത്ത് പറഞ്ഞാൽ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. സേഫ്റ്റി ഇൻ ലബോറട്ടറി മീൻസ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കി വെച്ചാല് പ്രൊട്ടക്ഷൻ ഓഫ് ബോത്ത് ദ പേഴ്സണൽ ആൻഡ് എക്വിപ്മെന്റ് ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽ, അപകടകരമായ വസ്തുക്കളിൽ നിന്നും നമ്മുടെ സ്റ്റാഫില്, ഈ ലബോറട്ടറിയിലെ സ്റ്റാഫിന്റെയും ഒരു പരിസ്ഥിതിയുടെയും സുരക്ഷയാണ് സേഫ്റ്റി ഇൻ ലബോറട്ടറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി എന്തൊക്കെയാ ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നേ. ഓഫ് ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് ഓൾ ടൈംസ്. എന്താ നോക്കിയ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ആ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് എന്തുണ്ടാവണം, നോളജ് ഓഫ് ദ ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, ലബോറട്ടറിയിലുള്ള സുരക്ഷിതമായ നയങ്ങളും നടപടി ക്രമങ്ങളെ കുറിച്ചുള്ള അറിവ് ആ ലബോറട്ടറിയിലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സ്റ്റാഫിന് വേണം. നമുക്ക് ഒരു അറിവില്ലാതെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ, അവിടുത്തെ നടപടിക്രമങ്ങൾ, അപ്പൊ എന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് ഒരു അറിവ് വേണം. ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സ്റ്റാഫിന് ലബോറട്ടറിയുടെ സുരക്ഷാ നയങ്ങളും പോളിസികളെ കുറിച്ചും ഒരു നോളജ് ഉണ്ടായിരിക്കണം. അല്ലാതെ അതിനെ കുറിച്ച് ഒരു അറിവില്ലാത്താണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ഒരു അറിവ് വേണം. സേഫ്റ്റി പ്രിക്കോഷൻ പോളിസികള്, പ്രൊസീജിയർ, എങ്ങനെയൊക്കെ നമ്മൾ സേഫ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് ഓൾ ദ ടൈംസ്, ദീസ് അറ്റ് ഓൾ ടൈംസ്. ഇത് എന്ത് ചെയ്യണം, നമ്മളത് അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യണം, ആക്ട് ചെയ്യണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പോരാ, അറിവുണ്ടായാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം, അതിനനുസൃതമായിട്ട് അവര് പ്രവർത്തിക്കുകയും വേണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ ആണ്. അത് നമുക്ക് അതിനെക്കുറിച്ച് അറിവും വേണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അറിവ് മാത്രം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതെങ്ങനെയൊക്കെയാണെന്ന് അവിടെ നമ്മള് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അത് അങ്ങനെ വലിയ അപകടമൊന്നും വരാത്ത രീതിയിലും ഒരു സുരക്ഷയൊക്കെ മുൻനിർത്തി അല്ലെങ്കിൽ മുൻകണ്ട് അതുപോലെ അവരത് പ്രവർത്തിക്കുകയും വേണം. ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്, സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ. ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി പ്രിപ്പയർഡ്. കണ്ടോ, ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ ലിസ്റ്റ് ലബോറട്ടറിയിൽ എന്ത് ചെയ്യണം, ലഭ്യമാക്കണം. അതിന്റെ ഒരു പട്ടിക തയ്യാറാക്കണം, ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പൊ നമുക്ക് അതിൽ നോക്കി അറിയാൻ പറ്റും അല്ലെ, എന്തൊക്കെ മെറ്റീരിയൽസുകളാണ് അപകടകരമായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു പട്ടിക തയ്യാറാക്കണം. Okay, laboratory should be prepared. List of the dangerous material used in the laboratory. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ലബോറട്ടറി പ്രിപ്പയർ ചെയ്യണം, തയ്യാറാക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. ഇനി എന്ത് വേണം അവിടെ, ഐ വാഷ് ഫെസിലിറ്റി. നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ വരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വേണം. ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആയിരിക്കണം. അതെങ്ങനെയാ, ആ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ്, നേരെ നിന്നായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ സിങ്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിലോ ഐ വാഷ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, I wash facility should be made available as stand-alone facility or attached to sink.
ഇനി അടുത്ത നോക്കിയേ, ബയോഹസാർഡ് സിമ്പൽ should be used on the containers or equipment that contain bio-dangerous materials. കണ്ടോ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, അത് എന്തുപയോഗിക്കണം നമ്മൾ അതില്? ബയോഹസാർഡ് സിമ്പൽ. അവിടെ ആ സിമ്പൽ ഉപയോഗിക്കണം. അതൊരു അപകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ ആണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ബയോഹസാർഡ് സിമ്പലുകൾ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിലോ ഒക്കെ എന്ത് ചെയ്യണം? അതിനകത്ത് നമ്മൾ ആ സിമ്പൽ ഉപയോഗിക്കണം. അപ്പൊ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെ? ആ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, biohazard symbol should be used on all containers or equipment that contain bio-dangerous material. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Biohazard symbol should be used on all containers or equipment that contain bio-dangerous materials. Okay. ബയോഡേഞ്ചറസ് മെറ്റീരിയലോ ഉൾക്കൊള്ളുന്ന ആ കണ്ടെയ്നർ പാത്രങ്ങളിലോ അല്ലെങ്കിൽ അതുള്ള ആ എക്യുപ്മെന്റ്സുകളിലോ എന്ത് ചെയ്യണം? ഒരു സിമ്പല്, ബയോഹസാർഡ് സിമ്പല് ഉപയോഗിക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റ്, 5 പോയിന്റ് വരെ പറയാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ലാസ്റ്റ് പോയിന്റ് നോക്കി നേരത്തെ, laboratory personnel should be completely trained in managing fire and non-fire emergency like large spillage, ഗ്യാസ് ലീക്കേജ് എക്സെട്ര. കണ്ടോ, ലബോറട്ടറിയിലുള്ള ആ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സ്റ്റാഫുകൾ, അവർക്ക് എന്താ നല്ലൊരു കംപ്ലീറ്റ്ലി നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. എന്തിനാ? മാനേജിങ് ഫയർ, തീപിടുത്തമൊക്കെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ആൻഡ് നോൺ ഫയർ എമർജൻസി, ഇനി തീയെ സംബന്ധിച്ച് അല്ലാത്ത എമർജൻസികൾ ലൈക്ക് ലാർജ് സ്പില്ലേജ്, നമുക്ക് എന്താ പറയാ, നമ്മളെന്തെങ്കിലും സ്പില്ലേജ്, ഒരു ചോർച്ചകള്, വലിയ തോതിലുള്ള വല്ല ചോർച്ചകളോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ്, വാതക ചോർച്ചകളോ, ഏതെങ്കിലും ഗ്യാസുകൾ ലീക്ക് ചെയ്യുകയാണെങ്കിലോ അങ്ങനെയുള്ള ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അതിനെ മാനേജ് ചെയ്യാനായിട്ട് ആ ലബോറട്ടറിയിലുള്ള പേഴ്സണൽസ്, അവരുടെ ഉദ്യോഗസ്ഥർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, എല്ലാ പരിശീലനവും കൊടുക്കണം. ഇപ്പൊ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, അപ്പൊ അതിനെങ്ങനെ മാനേജ് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ചകൾ സംഭവിച്ചു, വലിയ തോതിലുള്ള ചോർച്ചകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ്, നമുക്ക് ഗ്യാസ് ലീക്ക്, വാതക ചോർച്ചകള് ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള നോൺ ഫയർ എമർജൻസിയിലും അതെങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഫയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം, അതുമായിട്ട് ഒക്കെ നല്ലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലബോറട്ടറി പേഴ്സണൽസിന് എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, 5 പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ 5 പോയിന്റ് ക്ലിയർ ആയില്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, എടുത്ത അത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു.